അനീഷിനെക്കുറിച്ചും അനുമോളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതെല്ലാം ഇപ്പോൾ ലാലേട്ടൻ്റെ ചെവിയിലെത്തിയിരിക്കണം. ശരിക്ക് അനീഷാണ് വിന്നറാവേണ്ടത് എന്നുള്ള ഒരുപാട് തർക്കങ്ങൾ നടക്കണം. അത് ബിഗ് ബോസിനും വലിയ തലവേദനയായിരിക്കണം, ലാലേട്ടനും വലിയ തലവേദനയായിരിക്കണം. അപ്പോൾ ലാലേട്ടൻ അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത് എന്നും പറയണത് എന്താണ്? PR കൊണ്ട് ഒരാൾക്ക് അവിടെ വന്ന് വിജയിയാവാൻ കഴിയില്ല എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് ബാക്കി. വിജയിക്കാൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം. ആഗ്രഹിക്കുന്നത് ഇപ്പം അനീഷിന് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ല. അത് കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ്സാണ്. അവർക്ക് എന്നും ഇത് ഷോ കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് അവരുടെ സ്ട്രാറ്റജിയാണ്. അത് മനസ്സിലാക്കണം. എന്താണ് ഷോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പൈസ 15-20 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമുക്കതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഔട്ടാവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസാണ് നമ്മുടെ അനുമോളെ വിജയത്തിലേക്ക് എത്തിച്ചത്. അവൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും പുറത്താവില്ല എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് അവൾക്ക് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസിൽ കൂടിയാണ് PR ജയിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ PR പൈസയും കൊടുത്ത് അവിടെ പോയി വെറുതെ വാഴയായിട്ട് ഇരുന്നുകൊണ്ടൊന്നും ആരും ഇന്നവരെ കപ്പ് കൊണ്ടുവന്നിട്ടില്ല. അതേപോലെ തന്നെ ആരാരും PR കൊടുത്ത് വന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ കപ്പ് കിട്ടിയത്. അതുപോലെ ജിൻ്റെയും മണ്ടനായി അഭിനയിച്ചും പൊട്ടനായി അഭിനയിച്ചും നമ്മളെയൊക്കെ വഞ്ചിച്ച് ആൾ നല്ല മിടുക്കനായിരുന്നത്. PR ശക്തിയും കൂടിയായപ്പോൾ കപ്പ് കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ അക്ബറും PR കൊടുത്തിട്ടുണ്ട്. വളരെ കുറവ് കാശ് കൊടുത്ത 5 ലക്ഷം. അതുകൊണ്ട് 5 ലക്ഷത്തിനൊന്നും ഒരു വിലയില്ല. അത് ഒരാഴ്ചയോടുകൂടി അത് കഴിഞ്ഞാൽ പൂത്തിരി കത്തിച്ച് കഴിഞ്ഞു. ഷാനവാസിനും PR ഉണ്ടായിരുന്നു. അദ്ദേഹം പോയി. അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയ വിന്നറാവേണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം കാട്ടിക്കൂട്ടിയ കുറേ സംഭവങ്ങൾ നെഗറ്റീവായിട്ട് മാറി എന്ന് പറയണം നമുക്ക്. പക്ഷേ ഇതിൽ നിന്ന് ലാലേട്ടൻ പറഞ്ഞത് സത്യം. PR കൊടുത്തുകൊണ്ട് മാത്രം ഒരാളും വിന്നറാവില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പുതിയ വിന്നർ.